ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം തിരികെ ഇന്ത്യയിലേക്ക് വരികയാണ്. മടങ്ങിയെത്തിയ ആദ്യ സംഘവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. വിദേശ പര്യടനം നടത്തിയ പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി വെള്ളിയാഴ്ച ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ BJP MP ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകിയ സംഘം ഇന്ന് മടങ്ങിയെത്തി. സംഘവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രതിനിധി സംഘത്തിന് നേരിട്ട് അഭിനന്ദനം അറിയിച്ചു. അൾജീരിയ, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും മടങ്ങിയെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധ സേനയ്ക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ മറുപടി നൽകി. നഷ്ടങ്ങളും തിരിച്ചടികളും ഇന്ത്യൻ സായുധ സേനകളെ ബാധിക്കില്ല. നഷ്ടങ്ങളല്ല നേട്ടങ്ങളാണ് പ്രധാനമെന്നും സംയുക്ത സൈനിക മേധാവി. When I was asked about losses on our side, I said these are not important. The results and how you act is important. Suppose you go in a test match, cricket test match, and you win by innings defeat. Then there's no question of how many wickets and how many balls and how many players. It's an innings kind of defeat. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 10-ന് കൂടിക്കാഴ്ചയുണ്ടാകുമെന്നാണ് വിവരം. വരുന്ന വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീർ സന്ദർശിക്കും. 24 ഡൽഹി.